അങ്ങനെ നമ്മുടെ സുഭാഷേട്ടൻ കിടക്കുമ്പോൾ നമ്മുടെ സുധീഷിനോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ നീ ചോദിക്കുന്നുണ്ട്. ആദ്യം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കഴിച്ചു ഏട്ടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ അങ്ങനെ തേമ്പി തേമ്പി കരയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് നിനക്ക് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ നിധി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പേപ്പർ വായിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് റൂമിൽ നിന്ന് വരുന്ന സമയത്ത് നിധി വേഗം മുഖം തിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ എന്തൊക്കെയോ മനസ്സിലാവേണ്ട. ആ സമയത്ത് നിധി ഇങ്ങനെ തുണികളൊക്കെ എടുത്ത് തിരുമ്പാൻ പോകുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല സുഭാഷ് ഏട്ടാ പറയണ്ട. ആ സമയത്ത് നികേഷ് പറഞ്ഞിട്ട് ഏടത്തും ഏട്ടനും കൂടി ഇന്നലെ രാത്രി പുറത്ത് പോയ ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നാണ് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്ന് പറയണത്. ഒരു പ്രശ്നമില്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് തുണിയൊക്കെ എടുത്ത് തിരുമ്പാൻ പോകുന്നുണ്ട്. തുണിയൊക്കെ തിരുമ്പുന്ന സമയത്ത് തിരുമ്പി കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സുധീഷ് തടഞ്ഞിട്ട് പറയുന്നത് നിധി ഞാൻ വേണിച്ചിട്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല, അങ്ങനെ ഓരോ സാഹചര്യത്തിൽ പറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സുധീഷ്. നിധി പറയുന്നുണ്ട് ഇനി ഇവിടെ ഉള്ളവരെല്ലാവരും അറിയിപ്പിക്കേണ്ട, ഇവിടെ ഉള്ളവർക്ക് നാണക്കേടാവും, കാരണം ഇങ്ങനത്തെ കളത്തരം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞാൽ അവർക്ക് എൻ്റെ മുന്നിൽ വരാൻ നാണക്കേടാവും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആരും ഒന്നും അറിയണ്ട, ഞാനും നിങ്ങളോടൊന്നും പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിധി ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് പോകേണ്ട. ആ സമയത്ത് നിധി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറയുന്നത് നമ്മുടെ സുധീഷ്. നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ്ടേ, അതിന് നിനക്ക് ഇവിടുത്തെ അഡ്രസ്സ് പ്രൂഫ് വേണം, അതിനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ നിധി ചോദിക്കേണ്ടത് ഇനി അതിനെന്തൊക്കെയാണ് ഫ്രോഡ് എന്നാവും, അതിന് ഇനി എന്തൊക്കെയാണ് ഞാൻ കൊടുക്കേണ്ടി വരിക എന്നറിയില്ലേ, എന്താ നിധി ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണേ എന്തായാലും നമ്മുടെ നിധി ഇങ്ങനെ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ നികേഷ് ചോദിക്കുന്നത് നിധിയോട് എന്താ എടുത്ത് ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടല്ലോ, എന്താന്ന് പോകാൻ വൈകിയാണ് ചോദിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നിധി പറയണ്ട എടാ അന്ന് ഓഫീസിലൊരു മീറ്റിംഗ് ആണ്, എല്ലാവരും വൈകിട്ട് എത്തും അതുകൊണ്ടാണെന്ന് പറയുന്നത്. ആ സമയത്താണ് പോസ്റ്റ്മാൻ പുറത്ത് വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പോയിട്ട് പറയുന്നുണ്ട് പോസ്റ്റ്മാൻ എന്താ അബടക്കി എന്ന് പറയുന്നുണ്ട്. നിധിക്ക് ഒരു കത്തുണ്ട് പറയുന്നത്, നിധിയെ ഒന്ന് വിളിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് നിധി പോകുന്നുണ്ട് പുറത്തേക്ക്. എന്നിട്ട് നിധി ചോദിക്കേണ്ടത് എനിക്കോ എന്ത് കത്താന്നാവോ എന്നൊക്കെ നിധി വാങ്ങിയിട്ട് എന്തായി നോക്കുന്ന സമയത്ത് ആധാർ കാർഡിലെ അഡ്രസ്സ് ഇവിടുത്തെ അഡ്രസ്സായിട്ട് ഹസ്ബൻഡിൻ്റെ പേരിലെടുത്ത് നമ്മുടെ സുധീഷും നിധി സുധീഷ് എന്ന് പേര് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ സുധീഷിനോട്. ആ സമയത്ത് സുധീഷ് പറയണ്ട അയ്യോ ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല, നിനക്ക് ഡൈവേഴ്സായി ആ പേരൊക്കെ മാറ്റിക്കോ, അപ്പോൾ തൽക്കാലം നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് കൊടുത്തത്, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നത്. നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും സുധീഷ് പുറത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തായാലും പറയും ഞാൻ വേണിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്, എന്നാലും അവൾ ആ പേര് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം ജീവിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.